നിങ്ങളുടെ കുട്ടികൾ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മാത്രമേ കൂർക്കം വലി കുട്ടികളിൽ കാണാറുള്ളൂ. പല രക്ഷിതാക്കളും തെറ്റിദ്ധരിക്കാറുണ്ട് അച്ഛനോ അമ്മയോ കൂർക്കം വലിക്കുന്നതുകൊണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് കൂർക്കം വലി എന്നൊക്കെ. എന്നാൽ കൂർക്കം വലിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ടായിരിക്കും. അതിലേറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത് കുട്ടികളിൽ കാണുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് കൂർക്കം വലി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ അതിന്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ടതാണ്. ഈ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കമുള്ള കുട്ടികളിൽ പല വിധത്തിലുള്ള ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. മിക്കവാറും സമയങ്ങളിൽ ഈ കുട്ടികൾ വായ ഒരൽപ്പം തുറന്നു വെച്ചാണ് ഇരിക്കാറുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കാരണം മൂക്കിലൂടെ പൂർണ്ണമായും ശ്വാസം എടുക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വായിലൂടെയാണ് ഭാഗികമായിട്ട് അവർ ശ്വാസം എടുക്കാറുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കൂർക്കം വലിയും അനുഭവപ്പെടാറുള്ളത്. അതുപോലെയുള്ള മറ്റൊരു ലക്ഷണമാണ് ചെവിക്ക് ഇടയ്ക്കിടെ വരുന്ന ഇൻഫെക്ഷനുകൾ, അതുപോലെ കേൾവിക്കുറവും ഈ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പല അഡിനോയിഡ് വീക്കമുള്ള കുട്ടികളെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവാറുണ്ട്. അവരുടെ പല്ല് ലേശം മുന്തി വരികയും വായ കൂർത്തിരിക്കുന്ന രൂപത്തിലാണ് പല കുട്ടികളെയും കാണാറുള്ളത്. ഇതും ഈ അഡിനോയിഡ് വീക്കത്തിന്റെ ലക്ഷണം തന്നെയാണ്. അഡിനോയിഡ് വീക്കമുള്ള കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, പനി, കഫക്കെട്ട്, ചുമ എന്നിവ വിട്ടുമാറാതെ നിൽക്കാറുണ്ട്. പലപ്പോഴും ഡോക്ടറെ കാണിക്കുമ്പോൾ തൽക്കാലം മരുന്നെടുക്കുമ്പോൾ കുറയുന്നെങ്കിലും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നു. ഈ കുട്ടികളിൽ പ്രതിരോധശേഷി വളരെയധികം കുറവായിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് അഡിനോയിഡ് വീക്കം കൊണ്ട് തന്നെയാണോ ഈ ബുദ്ധിമുട്ടുകൾ എന്ന് കൃത്യമായി പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ്. എങ്കിലേ അവരുടെ കൂർക്കം വലിക്ക് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ചികിത്സയെക്കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.